പണ്ഡിതന്മാരെ ആദരിക്കണം. കാണുന്നതിനൊക്കെ മറുപടി പറയണമെന്നൊന്നുമില്ല. അങ്ങനെയുണ്ട് ചിലർ എല്ലാറ്റിനും മറുപടി പറയണം. അതിൻ്റെ ആവശ്യമില്ല. ഇദാ നതഖസ്സ ഫീഹു ഫലാ തുജീബുഹു ഫഖൈറും മിൻ ഇജാബതിഹി സുകൂതു. ശഫീ ഇമാം റളിയല്ലാഹു അൻഹു പാടിയതാണ്. വിഡ്ഢിയായ വിവരമില്ലാത്ത മനുഷ്യൻ അവനാ വിഡ്ഢിത്തം ഇങ്ങനെ വിളമ്പുന്നത് കേട്ടാൽ അതിന് മറുപടി പറയാനൊന്നും നീ പോകണ്ട. ഫഖൈറും മിൻ ഇജാബതിഹി സുകൂതു. അവന് മറുപടി പറയാതെ മിണ്ടാതിരിക്കലാണ് ഖൈറ്. ഫൈൻകല്ലം തഹു ഫർറജ്ത അൻഹു വൈൻ ഖല്ലൈതഹു കമദൻ യമൂതു. അവന് നീ ഒന്ന് മറുപടി പറഞ്ഞു കിട്ടുകയാണ് വേണ്ടത്. അങ്ങനെ നീ മറുപടി പറഞ്ഞാൽ, നീ അവനോട് സംസാരിച്ചാൽ, ഫർറജ്ത അൻഹു, അവൻ്റെ ഉദ്ദേശം അവൻ നേടി. അവനിക്ക് അവൻ്റെ മനസ്സിന് വലിയ സന്തോഷമായി. കാരണം പറയാലോ, ഞാൻ അദ്ദേഹവുമായി സംവാദം നടത്തിയവനാണെന്ന് പറയാലോ. വൈൻ ഖല്ലൈതഹു കമദൻ യമൂതു. നീ അത്തരം വിഡ്ഢികൾക്കൊന്നും മറുപടി പറയാതെ പോയാലോ, സുബ്ഹാനല്ലാഹ്, കമദൻ യമൂതു, അവൻ ആ മനസ്സിൻ്റെ ദുഃഖത്തോടെ അങ്ങ് മരണപ്പെട്ടു പോകും. ഞാനിതൊന്നും പറഞ്ഞിട്ട് കൊത്തിയില്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, ഇരയിട്ട് കൊടുത്തിട്ട് കൊത്താതിരിക്കുമ്പോൾ നിരാശനായി മടങ്ങുന്നവരില്ലേ, അതുപോലെ അവൻ നിരാശനായി അവനങ്ങ് മരണപ്പെട്ടു പോകും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ സുഹൃത്തുക്കളെ, പടച്ചവൻ്റെ പൊരുത്തം മാത്രം കരുതി ഇൽമ് പഠിക്കണം. പടച്ചവൻ്റെ പൊരുത്തം മാത്രം കരുതി ഇൽമനുസരിച്ച് ജീവിക്കണം. ഫസഹ്വത്തുൻ നഫ്സി മഅദ്ദുനൂബി മുജീബത്താനി ഖസ്വത്തൽ ഖുലൂബി യാ ഫലം റഫീമു സിവാമൻ ഗദാവൽ ബുഖ്ലു മിൽഉ ഇഹാബിഹി. ശഫീ ഇമാമിൻ്റെ ഒരു പദ്യമാണ്. ഞാൻ ദുനിയാവിൻ്റെ ആൾക്കാരെ കുറേ ഞാൻ പരിശോധിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അവരിൽ പലരും അവരെ തോല് നിറയെ ബുഖ്ല് നിറച്ച് നടക്കുകയാണ്. ഞാൻ തടിമ തീർത്തും ബുഖ്ല, ഒന്നും കൊടുക്കാത്ത ബുഖ്ല്. فجرت من غمد القناعة صارما قطعت رجائي منهم بذبابه. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ ഒരു വാള് ഊരിയെടുത്തു. ഏതാണ് വാള്? ഖനാഅത്തിൻ്റെ വാള്, ഉള്ളത് കൊണ്ട് മതിയാക്കുക എന്ന വാള് ഞാൻ ഊരിയെടുത്തു. ആ വാളെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഖതഅതു റജാഇ മിൻ മനുഷ്യന്മാരിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടണോ എന്നുള്ള ധാരണ ഉണ്ടല്ലോ, അത് ഞാൻ ആ വാള് കൊണ്ട് വെട്ടിയങ്ങ് മുറിച്ചു കളഞ്ഞു. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ആരും തരണ്ട. അങ്ങനെ ഞാൻ ജനങ്ങളിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുന്നില്ല. അങ്ങനെ ഞാൻ ജനങ്ങളിലുള്ള പ്രതീക്ഷയെ വെട്ടി മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഒരു ബഖീലും അതെ അവൻ്റെ വഴിയിൽ ഞാനിങ്ങനെ എനിക്കെന്തെങ്കിലും സ്വന്തമായി കിട്ടണമെന്ന് വിചാരിച്ച് നിൽക്കുന്നതായി കാണൂല. അതേപോലെ ഞാൻ അവൻ്റെ ഗേറ്റിനടുക്കൽ പോയി എൻ്റെ സ്വന്തം കാര്യത്തിന് ഇരിക്കുന്നതായി കാണൂല. വനിയുൻ ബിലാ മാലിൻ അനിന്നാസി കുല്ലിഹിം വലൈസൽ ഗിനാ ഇല്ലാ അനിശ്ശൈഇലാ ബിഹി. ഐശ്വര്യമുള്ളവൻ ആരാണ്? ഐശ്വര്യമുള്ളവൻ, സമ്പത്തില്ലാതെ ഐശ്വര്യമുള്ളവൻ, ധനമില്ലാതെ ഐശ്വര്യമുള്ളവൻ. അതാരാ? ധനമുള്ളവനല്ല. പിന്നെയോ വലൈസൽ ഗിനാ ഇല്ലാ അനിശ്ശൈഇലാ ബിഹി. പണമുള്ളത് കൊണ്ട് ഐശ്വര്യമുണ്ടാകണമെന്നില്ല. നിങ്ങൾ കാണുന്നില്ലേ വലിയ വലിയ മുതലാളിമാരെ? സുബ്ഹാനല്ലാഹ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉദാഹരണത്തിനൊന്നും കിടക്കുന്നില്ല. ചൂടുള്ള കിട്ടിയില്ലേ? സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു വലിയ മുതലാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ പിരിവിന് പോയൊരു മൊയിലിയാർ. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ വന്ന്, വയനാട്ടുകാരനാണ് ആ ചെറുപ്പക്കാരൻ. ഉദാഹരണം പറയാം. ആ വന്ന് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
ഉസ്താദെപ്പാ വന്ന് ഞാൻ 2 ദിവസമായി. എന്താ വന്ന്? എനിക്ക് മുതലാളിനൊന്ന് കാണണം, നമുക്ക് ദീനീ സ്ഥാപനത്തിന് വേണ്ടി കുറച്ച് സഹായം സംഭാവന കിട്ടണം. അൽഹംദുലില്ലാ, ഉസ്താദിനെ കണ്ട് നല്ല സന്തോഷമായി. ശമ്പളം കിട്ടി ഇന്നലെ. വേഗം കീശയെ കൈയിട്ട് ആകെ ആ കുട്ടിക്ക് 1200 ശമ്പളം. 200 രൂപ എടുത്തിട്ട് തന്നു, 200 ദിർഹം. ഉസ്താദേ ദ്വാരക്കണേ. അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തിലാണ്, ഐശ്വര്യത്തിലാണ്. ഞാൻ വരുമ്പോൾ ഒന്നുമില്ലായിരുന്നു. എൻ്റെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞ്, ഞാനും ഇപ്പടുത്ത് കല്യാണം അന്വേഷിക്കാൻ പോവാണ്. വീടൊക്കെ ഏകദേശമായി. ഉമ്മ നല്ല സന്തോഷത്തില്ല, ബാപ്പ മരിച്ചിട്ട് കുറേ കാലമായി. ഈ കുട്ടി കുറേ സന്തോഷം പറഞ്ഞു. അൽഹംദുലില്ലാ, നല്ല കുട്ടി. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹുവിൻ്റെ, നിന്റെ റബ്ബിൻ്റെ റഹ്മത്ത്, റബ്ബിൻ്റെ അനുഗ്രഹം പറയണം എന്നാ ഖുർആൻ പറയാൻ. മൂടി വെക്കാനുള്ളതല്ല, അല്ലാഹ് ചെയ്ത നിഅമത്ത് പറയണം. നിഅമത്ത് മൂടി വെക്കാൻ പാടില്ല. അത് പറയുമ്പോഴാണ് അതിന് നന്ദി ചെയ്യാനുള്ള ബോധമുണ്ടാകുന്നത്, പടച്ച റബ്ബിനെ സംബന്ധിച്ച് മതിപ്പുണ്ടാകുന്നത്, നന്ദി ചെയ്യണമെന്ന ബോധമുണ്ടാകുന്നത് നിഅമത്തുകൾ എടുത്തു പറയുമ്പോഴാണ്. അതേസമയം ബുദ്ധിമുട്ടും പ്രയാസവും പരമാവധി പറയാതിരിക്കുക വേണ്ട. അത് മൂടി വെക്കേണ്ട സംഗതിയാണ്. അത് പരിഹരിക്കുന്നവൻ അല്ലാഹുവാണ്. അത്യാവശ്യത്തിന് ദ്വാരക്കാൻ പറഞ്ഞുകൂടാമെന്ന് പറഞ്ഞതിന് അർത്ഥമല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ മോൾ അവിടെ പോയി ഇരുന്നാൽ അവിടെ ഇരുന്നു. അല്ലാ, നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസമല്ല പറയേണ്ടത്, നിഅമത്താണ് പറയേണ്ടത്. ആ കുട്ടി നല്ല കുട്ടി. അങ്ങനെ അനുഗ്രഹമൊക്കെ പറഞ്ഞ് 200 രൂപയും തന്നു. മുതലാളിനെ കാണാൻ കഴിയുമെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി കുറച്ചു നേരം കാത്തിരുന്ന്, കുറേ കാത്തിരുന്ന് അവസാനം മുതലാളിൻ്റെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞു. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് 45 ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി അയാൾക്ക് വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്, സംഗതി ഉസ്താദേ തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇപ്പോൾ പിരിവാര് തന്നെയാണ്, എല്ലപ്പവും പിരിവാര്. ഇപ്പോൾ 2 ആൾ വന്ന് പോയിട്ടേ, ഇന്നലെയും ഉണ്ടായിരുന്നു കുറേ ആൾ. റമളാനായ പിന്നെ പറയണോ, എന്താണ് പിരിവോ പിരിവ്. സുബ്ഹാനല്ലാഹ്, കച്ചവടമാണ് തീരോട്ടില്ല. ഞാനൊരു പുതിയ ഹൈപ്പർ മാർക്കറ്റ് എടുത്ത് തുറക്കാൻ വിചാരിച്ചിട്ട് 6 മാസമായി വാടക കൊടുക്കുന്ന, ഇതുവരെയും കറണ്ട് ശരിയായിട്ടില്ല. ഇയാളെ സങ്കടപ്പാട് മുഴുവനും കേട്ടപ്പോൾ മനസ്സ് തോന്നി, ആ ചെറുപ്പക്കാരൻ തന്നെ 200 ഇയാൾക്ക് കൊടുത്താലോ തോന്നി. കാണാത്ര ഞെരിക്കാണ് അയാൾക്ക്. ഇങ്ങനത്തെ കുറേ ബഖീലന്മാരുണ്ട് ദുനിയാവിൽ. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ഉള്ളത് കൊടുക്കണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. അതാണ് ശാഫി ഇമാം പറഞ്ഞത്, ഗനിയും ബിലാമാലിൻ അനിന്നാസി കുല്ലിഹിം വലൈസൽ ഗിനാ ഇല്ലാ അനിശൈഇല ബിഹി. ഒരു സംഗതി കൊണ്ടല്ല ഐശ്വര്യം, അത് വേണ്ടെന്ന് വെച്ചാൽ ഐശ്വര്യമായില്ലേ.